ഹലോ, എൻ്റെ പേര് ശ്രീഹരി. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നടന്ന സംഭവം എന്ന സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ റിവ്യൂ പറയാം. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വർക്കൗട്ട് ആയില്ല. സത്യസന്ധമായി പറഞ്ഞാൽ വർക്കൗട്ട് ആയില്ല. അതിന് കുറച്ച് റീസൺസ് ഉണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടായേക്കാവുന്ന ഒരു ചെറിയ പ്രശ്നം, സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഒന്ന് അയാളോട് മനസ്സുറന്ന് സംസാരിച്ചിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം കിട്ടേണ്ടിയിരുന്ന ഒരു കാര്യത്തെ വേറൊരു രീതിയിൽ കൊണ്ടുപോയി അതൊരു കുറച്ച് പ്രശ്നമാക്കിയെടുത്തൊരു ഫീല്. ശരി, എന്നാൽ അങ്ങനെ എടുത്താൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള സിറ്റുവേഷൻസോ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയോ ഇല്ലാത്ത ഒരു വീക്ക് സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് മൂവി പൊതുവെ ഫീൽ ചെയ്തത്. സാധാരണ ഒരു സിനിമയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ സ്റ്റോറി തന്നെയാണല്ലോ. അത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി, അതിനനുസരിച്ചുള്ള സ്ക്രീൻ പ്ലേ, പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസ്, അതൊന്നും എനിക്ക് അത്രയ്ക്കും കൺവിൻസിങ് ആയില്ല. സിനിമയുടെ രണ്ടാമത്തെ കാര്യം, ഇത് ഞാൻ നെഗറ്റീവായിട്ട് പറയുമല്ല, പക്ഷേ സിനിമയുടെ ആസ്വാദനത്തെ അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ഹൈ വെയിറ്റേജിനെ കുറച്ച് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അത് സിനിമയിലെ കാസ്റ്റിംഗ് തന്നെയാണ്. സിനിമയിൽ എനിക്ക് കുറെ കൂടെയൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത് രണ്ട് ക്യാരക്ടർ മാത്രമാണ്. അതിലൊന്ന് സുരാജേട്ടൻ്റെ ക്യാരക്ടർ. സുരാജേട്ടൻ്റെ ക്യാരക്ടർ കുഴപ്പമില്ലായിരുന്നു. കാരണം ഒരു ചെറിയൊരു വില്ലൻ ടച്ചൊക്കെ വരുന്നൊരു ക്യാരക്ടറാണ്, വില്ലൻ ടച്ചൊക്കെ വരുന്ന റോളാണ്. സുരാജേട്ടൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ളത് സുധീകോപ്പയുടെ റോളാണ്. സുധീകോപ്പയുടെ റോൾ ഒരു ഇറിറ്റേറ്റിംഗ് റോളാണ്. അത് നമുക്ക് തന്നെ പിടിച്ച് രണ്ട് ഇടിയൊക്കെ കൊടുക്കാൻ തോന്നുന്ന ടൈപ്പ് റോള്. അതങ്ങനെയാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ എത്തി നോക്കുന്ന അല്ലെങ്കിൽ അന്യൻ്റെ ജീവിതത്തിലേക്ക്, അന്യൻ്റെ ലൈഫിലോട്ട് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അത് അത്യാവശ്യം കൺവിൻസിങ് ആവുന്ന രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും നല്ല കാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു സംഭവം സിനിമയിലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മേ ബി അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റ് വീക്ക് ആയതുകൊണ്ടായിരിക്കാം. ലിജോ മോളുടെ ക്യാരക്ടറൊക്കെ ഉണ്ട്, പുള്ളിക്കാരിയൊക്കെ എത്ര നല്ല രീതിയിൽ അഭിനയിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് കടന്ന് അതിൻ്റെ പകുതി ആയി കഴിയുമ്പോഴാണ് പുള്ളിക്കാരിക്ക് ഒന്ന് പെർഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഒരു സംഭവം വരുന്നത് തന്നെ. അതുവരെ എക്സ്പ്രഷൻ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായിട്ട് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലാത്തൊരു ഫീൽ എനിക്ക് തോന്നി. പിന്നീടുള്ള ശ്രുതി രാമചന്ദ്രൻ്റെ റോളാണെങ്കിലും കുറച്ചൊക്കെ ഉള്ളു, അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഒരു സപ്പോർട്ടിങ് വൈഫ് എന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ. ആ ഒരു ക്യാരക്ടറിന് ചെയ്യാൻ പറ്റിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലായിട്ടാണ് ശ്രുതി രാമചന്ദ്രന്റെ റോള് തോന്നിയത്. പിന്നീടുള്ളത് അതിൽ സപ്പോർട്ടിങ് ഒക്കെ ചെയ്തിട്ടുള്ള ജോണി ആന്റണി ചേട്ടൻ, ലാലു അലക്സ് ചേട്ടൻ, അങ്ങനെ കുറച്ച് പേരും കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അയൽക്കൂട്ടം സ്ത്രീകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള മറ്റുള്ളവരെ പറ്റി ചെറിയ ഗോസിപ്പൊക്കെ അടിക്കുന്നതും കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുള്ള തരത്തിലുള്ള കുറച്ച് സ്ത്രീജനങ്ങളുണ്ടല്ലോ ചില പെർട്ടിക്കുലർ ഏരിയയിലുള്ള, എല്ലാവരും അല്ല കേട്ടോ, അത്തരം കുറച്ച് ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ളവരുടെ അഭിനയവും വലിയ കുഴപ്പം തോന്നിയില്ല. പക്ഷെ അവരുണ്ടാക്കുന്ന കുറച്ച് സ്പാർക്കുകളുണ്ട്. ഇപ്പം ചില സിറ്റുവേഷൻസിനെ സ്പാർക്ക് ചെയ്ത് വിടുന്നത് അവരുടെ കുറച്ച് പെർഫോമൻസ് ആണ്. ആ പെർഫോമൻസുകൾ എനിക്ക് കൺവിൻസിങ് ആയില്ല. അതുകൊണ്ട് തന്നെ അവരെന്തൊക്കെയോ മിസ്സിങ് ആക്കിയൊരു ഫീല്, അല്ലെങ്കിൽ കൊടുത്തപ്പം എന്തൊക്കെയോ എക്സ്ട്രാ കൊടുത്തൊരു ഫീല്, കുറച്ചും കൂടെ എക്സാജറേറ്റ് ചെയ്ത് കൊടുത്ത ഫീൽ, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അവരുടെ ഭാഗത്തുനിന്ന് അത്രയ്ക്കും വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നീട് മെയിൻ ക്യാരക്ടർ വരുന്ന ബിജു മേനോൻ ചേട്ടൻ്റെ റോള്, ശരിക്കും അദ്ദേഹത്തെ ക്യാച്ച് ചെയ്തത്, എൻ്റെ ഒരു ഊഹം പറയട്ടെ, സിനിമയിൽ സുരാജ് ചേട്ടന് വില്ലൻ്റെ ഒരു പരിവേഷമാണല്ലോ. സുരാജ് ചേട്ടനേക്കാളും കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറിനെ കൊണ്ടുവരണം എന്നൊരു കൺസെപ്റ്റിലാണ് ബിജു മേനോൻ ചേട്ടനെ കൊണ്ടുവന്നെന്ന് എനിക്ക് തോന്നി. അല്ലാത്ത പക്ഷം ബിജു മേനോൻ എന്നൊരു ആക്ടറിന് പെർഫോം ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടായത് എനിക്ക് തോന്നിയില്ല കേട്ടോ. ക്ലൈമാക്സിലൊക്കെ ആണെങ്കിലും ഒരു വലിയൊരു മെസ്സേജ് അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ പറയുന്ന ഭാഗത്താണെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാമായിരുന്നു. അത് മാത്രമല്ല, സിനിമയിലെ ത്രൂ ഔട്ട് റോൾ ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ഡയലോഗ്സുകൾ പറഞ്ഞ് ഒരു പ്രശ്നത്തിൽ ഒരു പങ്കാളിയാവുന്നത് ഒഴികെ പുള്ളിക്കാരൻ അവിടെ വേറെ കാര്യങ്ങളായിട്ടൊന്നും ചെയ്യാനില്ലാത്തൊരു ഫീൽ. ഒരു വില്ലൻ ക്യാരക്ടർ നല്ല രീതിയിൽ വന്നതുകൊണ്ട് തന്നെ നായകൻ അതിലും കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ബിജു മേനോൻ ചേട്ടനെ കൊണ്ടുവന്നൊരു ഫീൽ. അല്ലാത്ത പക്ഷം പുള്ളിക്കാരൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഒരു ഫീൽഡ് അത് കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. സ്ക്രിപ്റ്റിൻ്റെ ഒരു വീക്ക്നെസ് പറഞ്ഞല്ലോ, കുറേയൊക്കെ അതിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ സൗണ്ട് ഡിസൈനിങ് കൊണ്ടൊക്കെ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറയ്ക്കാൻ ഇൻ ദ സെൻസ് പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. അതിലെ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ആയിട്ടുള്ള സുധീകോപ്പയുടെ ക്യാരക്ടർ, പുള്ളിക്കാരൻ വരുമ്പോൾ തന്നെ നമുക്കൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കണം എന്ന തരത്തിൽ കുറച്ച് സൗണ്ട് ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. അത് കുഴപ്പം, നല്ല രസം ഉണ്ടായിരുന്നു അത് കേൾക്കാനൊക്കെ ആണെങ്കിലും. നമുക്കറിയാം അദ്ദേഹം എന്തോ ഒരു സംഭവമായിട്ട് വരെ നമുക്ക് ഇറിറ്റേറ്റഡ് ആകും എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ അത് ആ ഒരു സംഭവം ഉണ്ടാക്കി എടുക്കുന്ന തരത്തിലുള്ളൊരു സൗണ്ട് ഡിസൈനിങ് ആയിരുന്നു. ഫാമിലി ഇമോഷൻസിനെയൊക്കെ കുറച്ചും കൂടെ കൺവിൻസിങ് ആക്കി കാണിക്കുന്ന തരത്തിലുള്ള മ്യൂസിക്കും സോങ്സും ഒക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിലൊരു പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് തോന്നിയത് അതിലെ ഹ്യൂമൻ ഇമോഷൻസ് ഇല്ലേ, ആ ഇമോഷൻസിനെ കുറച്ചൊക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിലൊരു അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്നേഴ്സ് ആയിട്ടാണ് ബിജു മേനോൻ ചേട്ടനും
അതുപോലെ തന്നെ ശ്രുതി രാമേന്ദ്രനും വരുന്നത്. അവരുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും അതൊക്കെ കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു പേരായിട്ട് വരുന്ന ലിജോ മോളും സുരാജ് ഏട്ടൻ്റെയും ആ ഒരു പേര്, അവർ കുറച്ച് ചകടൊക്കെ ഉള്ളൊരു പേരായതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസും കുറേയൊക്കെ സിനിമയിൽ കൂടെ കാണിച്ച് തരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലും ക്ലൈമാക്സ് ഭാഗത്തായിട്ട് ഒരു സംഭവം നടക്കുന്നുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിനുശേഷമാണ് പിന്നീട് കഥഗതി അങ്ങോട്ട് മാറുന്നത്. ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് തന്നെ അയൽക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്ന് താമസിക്കുന്നവർക്ക് എത്രത്തോളം ഇറിറ്റേറ്റഡ് ആകും എന്നുള്ളൊരു ഇമോഷനില്ലേ, അത് സ്പോയിലർ ആകുന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അവിടെ കൊടുത്തിരിക്കേണ്ട ഇമോഷൻസ് അത് നമുക്കൊക്കെ കൺവേ ആയിട്ടുണ്ട്. അത്തരത്തിൽ കുറച്ച് ഫാമിലികളിൽ ഉണ്ടായേക്കാവുന്ന ചെറിയ ചെറിയ ഹ്യൂമൻ ആ ഒരു ഇമോഷൻസും ചില ഫീലിങ്സും ഒക്കെ ഇല്ലേ, അത് സിനിമയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് ത്രൂ ഔട്ട് സ്ക്രീൻ പ്ലേയിലും കൂടെ തരാൻ സാധിച്ചിരുന്നെങ്കിൽ നല്ല എൻഗേജിങ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു പ്ലോട്ടിനെ അത്യാവശ്യം നല്ല ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ വൃത്തിക്ക് അവതരിപ്പിച്ചു എന്ന് നമുക്ക് പറയാമായിരുന്നു. പിന്നീട് കുറേ ഹ്യൂമറൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട്. ഞാൻ കണ്ടത് കുറേ ഫാമിലീസിൻ്റെ കൂടെയാണ്. ആ ഫാമിലീസിന് ആ ഹ്യൂമറൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവർ കുറേ പേർക്ക് ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കോമൺ ഓഡിയൻ എന്ന നിലയിൽ എനിക്ക് ആ ഹ്യൂമറൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസിങ് ആയില്ല. പിന്നീടാണെങ്കിലും നല്ല വിഷ്വൽസ് ആയിരുന്നു. ഒരു റെസിഡൻഷ്യൽ ഏരിയ, അവിടെ എന്തൊക്കെയായിരിക്കാം, അതിലെ വീടുകൾ, അവിടുത്തെ ഫാമിലീസ്, അവരുടെ ഒരു സംഭവങ്ങൾ, ഉള്ളിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ നല്ല രീതിയിൽ വിഷ്വലി കുറച്ച് നമ്മളെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്ലേ, ഞാൻ അപ്പോഴും പറയുന്നു സ്ക്രീൻ പ്ലേ മാത്രം. ആ സ്ക്രീൻ പ്ലേ നല്ല രീതിയിൽ വന്നിരുന്നെങ്കിലും കൊണ്ടുവന്ന കാസ്റ്റിങ് നമുക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഫീൽ ചെയ്തേനെ. അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനും നമുക്ക് അങ്ങനെ ശരിയാണ്, അങ്ങനെ അവർ ചെയ്തത് കൊണ്ട് കുഴപ്പമില്ല എന്ന് നമുക്കും തോന്നിയേനെ. കേട്ടത് സത്യമാണോ എന്ന് മനസ്സറിഞ്ഞ് ചോദിച്ചിരുന്നെങ്കിൽ സോൾവ് ആകേണ്ടിയിരുന്നൊരു പ്രശ്നം കുറച്ചും കൂടെ വളച്ച് നമ്മളെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാത്ത വിധത്തിൽ വിഷ്വലി കാണിച്ചൊരു ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് സെക്ഷനിൽ അഭിപ്രായം എന്ന് പറയുക. അതുപോലെ തന്നെ സിനിമ കാണാനുള്ളവരുണ്ടെങ്കിൽ സിനിമ പോയി കാണുക. കണ്ടതിന് ശേഷം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.